ഹണി ബീ കീപ്പിങ്ങിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ബീ കീപ്പിംഗ് ഓർ apiculture is the maintenance of hives of honey bees for the production of honey and wax. The place where honey bees are reared is called apiary. The workers engaged in beekeeping are called beekeepers or apiarists or apiculturists. A honeybee colony consists of 3 castes. 3 കാസ്റ്റുകളുണ്ട്: ക്യൂൻ, വർക്കർ ബീസ് ആൻഡ് ഡ്രോൺ ആണ് ഈച്ചകൾ. മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക പ്രാധാന്യമുള്ള റോൾ വഹിക്കുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഹണിബി. എല്ലാവരും വളരെ മാധുര്യമേറിയ ഹണി ഉപയോഗിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഹണിബിയിൽ നിന്നും പ്രധാനമായും 2 പ്രോഡക്റ്റ്സ് ആണ് ലഭിക്കുന്നത്. വൺ ഈസ് ഹണി ആൻഡ് ദ അതർ വൺ ഈസ് വാക്സ്. ഹണി സാർവത്രികമായി അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ആഹാര വസ്തുവാണ്. മാത്രമല്ല വിവിധ ആയുർവേദിക് പ്രിപ്പറേഷനുകളിൽ ഏറ്റവും വലിയ നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടിയാണ് തേൻ. എല്ലാവരും തേനീച്ചക്കൂട് കണ്ടിട്ടുണ്ടാവും. തേനീച്ചകളുടെ ബോഡിയുടെ അടിഭാഗത്തുള്ള പ്രത്യേക വാക്സ് ഗ്ലാൻഡ്സ് ആണ് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വാക്സ് കൊണ്ടാണ് ഹണിക്കോംബ് ഉണ്ടാക്കിയിരിക്കുന്നത്. Wax produced by the honeybee is called bee wax. ഇതിനെ നമ്മൾ വിവിധ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബീ വാക്സ് ഉപയോഗിച്ച് ക്യാൻഡിൽസ് നിർമ്മിക്കുന്നു, കോസ്മെറ്റിക്സ്, ക്രീമുകൾ, ഓയിൻമെൻറ്റ്സ്, പെയിൻറ്റ്സ് ആൻഡ് പോളിഷസ് ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ഹണിയുടെ കെമിസ്ട്രി നോക്കിയാൽ 17 മുതൽ 25% വാട്ടർ, 70 മുതൽ 80% ഷുഗേഴ്സ്, 4.2% മിനറൽസ്, വൈറ്റമിൻസ് B1, B6, vitamin D and ash 1%. Sugars include L-fructose, glucose, sucrose, dextrose എന്നിവ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഈ ന്യൂട്രിറ്റീവ് ക്വാളിറ്റിയെ കൂടാതെ മെഡിസിനൽ പ്രോപ്പർട്ടീസും കൂടി ഉണ്ട്. തേൻ വളരെ നല്ല ഒരു ലാക്സേറ്റീവാണ്. കോൺസ്റ്റിപ്പേഷനെ അവോയ്ഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ. നല്ലൊരു ബ്ലഡ് പ്യൂരിഫയറായ തേൻ എക്സ്പെക്ടറൻ്റ് കൂടിയാണ്. എക്സ്പെക്ടറൻ്റ് ഈസ് എ മെഡിസിൻ ടു ട്രീറ്റ് കഫ്. പ്രധാനമായ ഉൽപ്പന്നങ്ങളായ ബീ വാക്സും തേൻ കൂടാതെ മറ്റു ചില പ്രോഡക്ട്സ് കൂടെ ഹണികോംബിൽ നിന്ന് ലഭ്യമാണ്. അവയാണ് ബീ പോളൻ, റോയൽ ജെല്ലി, പ്രൊപ്പോളിസ് എന്നിവ. ബീ പോളൻ ഈസ് എ പെല്ലറ്റ് or ball of field gathered flower pollen packed by worker bees used as a primary food source for the bees in the hive. It contains all nutrients. വർക്കർ ബീസ് ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് പാക്ക് ചെയ്ത് ആ കോളനി മെമ്പേഴ്സിൻ്റെ പ്രൈമറി ഫുഡ് സോഴ്സായി ഉപയോഗിക്കുന്നു. ദിസ് ഈസ് ഹൈലി ന്യൂട്രിറ്റീവ് ഇൻ ക്വാളിറ്റി. റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ ഹണി ബീയുടെ ഹൈപ്പോഫാരിങ്സിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന മിൽക്കി കളേർഡായ ലിക്വിഡാണ്. അത് ലാർവകൾക്കും അഡൾട്ടിനുമുള്ള ഭക്ഷണമാണ്. തേനീച്ച ഉണ്ടാക്കുന്ന ഒരു തരം റെസിൻ പോലെയുള്ള ഗ്ലൂ ആണ് പ്രൊപ്പോളിസ്. അത് തേനീച്ചയുടെ സലൈവയും ബീ വാക്സും ട്രീ ട്രങ്കുകളിൽ നിന്നും ഫ്ലവേഴ്സിൽ നിന്നുമൊക്കെയുള്ള സാപ്പുകൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ബീ ഗ്ലൂ. ഹണി കോംബിൽ ചെറിയ തുളകളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സീൽ ചെയ്യുന്നതിന് വേണ്ടി ഒരു സീലൻ്റായി പ്രൊപ്പോളിസ് ഉപയോഗിക്കുന്നു.
തേനീച്ച വളർത്തുന്ന സ്ഥലത്തെ പറയുന്ന പേരാണ് അപ്പിയറി. ഇന്ത്യയിൽ ഇതൊരു ഏജ് ഓൾഡ് കോട്ടേജ് ഇൻഡസ്ട്രി ആയിരുന്നു. ഇന്ന് അപ്പിക്കൾച്ചർ ഒരു വൻ വ്യവസായമാണ്. ഇന്ത്യയിൽ 4 തരത്തിലുള്ള ഹണി ബീസ് ഉണ്ട്. ഇവയിൽ 3 ഇൻഡിജിനസ് സ്പീഷീസും 1 എക്സോട്ടിക് സ്പീഷീസുമാണ്. ഇൻഡിജിനസ് സ്പീഷീസിൽ 1 അപ്പിസ് ഡോർസെറ്റ അല്ലെങ്കിൽ റോക്ക് ബി ഓർ ജയൻറ്റ് ബി. തേനീച്ചയുടെ സൈസ് വളരെ വലുതാണ്. ഇത് വളരെ വലിയ അപകടകാരി കൂടിയാണ്. ഇതൊരു വൈൽഡ് സ്പീഷീസാണ്, ഇണക്കി വളർത്താൻ പ്രയാസമാണ്. ഇന്ത്യൻ ഓറിയൻ്റൽ ബി എന്നറിയപ്പെടുന്ന അപ്പിസ് ഇൻഡിക്കയാണ് അടുത്തത്. വന്യമായി കാണപ്പെടുമെങ്കിലും വളരെ ജെൻറ്റിലായ ഈ തേനീച്ചയെ ഇണക്കി വളർത്താൻ കഴിയുന്നതാണ്. അടുത്തത് ലിറ്റിൽ ബി എന്നറിയപ്പെടുന്ന ചെറുതായി ഉൽപ്പാദിപ്പിക്കുന്ന അപ്പിസ് ഫ്ലോറിയ. തേനീച്ചകളിൽ ഏറ്റവും കുഞ്ഞന്മാരാണിവ. ഇവ ചെറിയ അളവിലെ തേനുണ്ടാക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് ഇവയ്ക്ക് പ്രാധാന്യം കുറവാണ്. പ്രൊഡക്ടിവിറ്റി കൂടിയ ഒരു വിദേശ ഇനം തേനീച്ചയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പിസ് മെല്ലിഫറ എന്ന് പറയുന്ന യൂറോപ്യൻ അല്ലെങ്കിൽ ഇറ്റാലിയൻ ഹണീബിയാണിത്. വളരെ ഈസിയായി കൺട്രോൾ ചെയ്യാവുന്നതും കൂടുതൽ അളവിലും ന്യൂട്രീഷ്യസുമായിട്ടുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്ന തേനീച്ചയാണ് അപ്പിസ് മെല്ലിഫറ. അതിനാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ തേൻ ഉൽപ്പാദനത്തിന് അപ്പിസ് മെല്ലിഫറയെയാണ് ഇന്ത്യൻ സ്പീഷീസുകളേക്കാൾ കൂടുതൽ അപ്പിക്കൾച്ചറിസ്റ്റുകൾ പ്രിഫർ ചെയ്യുന്നത്. തേനീച്ചകൾക്കും തേനീച്ച കോളനികൾക്കും ഭീഷണിയായി ചില നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ഉണ്ട്. വാസ്പുകൾ, വാക്സ് മോത്ത്സ്, മൈറ്റ്സ്, ബ്ലാക്ക് ആൻഡ്സ്, ക്രോ എന്നിവയാണവ. തേനീച്ചകളെ ബാധിക്കുന്ന ചില അസുഖങ്ങളിൽ ഒന്നാണ് പ്രോട്ടോസോവ ആയിട്ടുള്ള നൊസീമ അപ്പിസ് ഉണ്ടാക്കുന്ന നൊസീമ ഡിസീസ്. മറ്റൊരു ഡിസീസാണ് അക്രൈൻ ഡിസീസ് കോസ്ഡ് ബൈ എ പാരസിറ്റിക് മൈറ്റ് കോൾഡ് അക്കാരാപ്സിസ് ഉഡി. ഹണിബി കോളനിയെക്കുറിച്ച് അല്പം വിശദമായി. ഹണിബി കോളനികളായി ജീവിക്കുന്ന ഒരു സോഷ്യൽ ഇൻസെക്റ്റാണ്. അതിൻ്റെ പ്രത്യേകത ദേ ആർ പോളിമോർഫിക്. ദാറ്റ് ഈസ് മോർഫോളജിക്കലി വ്യത്യസ്തതയുള്ള മെമ്പേഴ്സ് കൂടി ചേർന്നിട്ടുള്ള ഒരു സമൂഹമാണ് ഹണിബി. ഒരു ബീ ഹൈവിൽ 3 കാറ്റഗറി ബീസ് ഉണ്ടായിരിക്കും. ദി ഫസ്റ്റ് കാറ്റഗറി ക്യൂൻ ബീസ്. ഒരു ബീ കോളനിയിൽ ഒരേ ഒരു ക്യൂൻ ബി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഫുള്ളി ഫങ്ഷണൽ ഫീമെയിൽ ഇൻ ദി ബീ ഹൈവ്. വെൽ ഡെവലപ്ഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ചിറകുകൾ വളരെ ചുരുങ്ങിയ ഈ ക്യൂൻ ബി ആണ് കോളനിയിലെ ഏറ്റവും വലിയ ഹണി ബി. 800 മുതൽ 1500 മുട്ടകൾ വരെ ഇടുന്ന ഈ ഹണി ബി 3 മുതൽ 4 വർഷം വരെ ജീവിച്ചിരിക്കും. ക്യൂൻ അതിൻ്റെ ജീവിതത്തിൽ 2 തരം എഗ്സ് ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്ന് ഫെർട്ടിലൈസ്ഡ് എഗ്സ് ദാറ്റ് പ്രൊഡ്യൂസ് സ്റ്റെറൈൽ ഫീമെയിൽ വർക്കർ ആൻഡ് എ ഫെർട്ടൈൽ ന്യൂ ക്യൂൻ. രണ്ടാമതായി അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗുകളിൽ നിന്ന് ഫെർട്ടൈൽ മെയിൽസ് ഉണ്ടാകുന്നു. ഇവയെ ഡ്രോൺസ് എന്ന് വിളിക്കുന്നു. ഹണി ബീസ് പോളിമോർഫിക് കോളനിയിലെ രണ്ടാമത്തെ ഇനമാണ് വർക്കർ ബീസ്. ഇവ ഫെർട്ടിലൈസ്ഡ് എഗ്ഗുകളിൽ നിന്നുണ്ടാകുന്ന സ്റ്റെറൈൽ ഫീമെയിൽസ് ആണ്. ഒരു കോളനിയിൽ 20,000 മുതൽ 30,000 വരെ വർക്കർ ബീസാണ് ഉണ്ടാവുക. ദേ ഹാവ് വെരി സ്ട്രോങ് വിങ്സ് ഫോർ ഫ്ലൈയിങ്. 35 ദിവസങ്ങളോളമാണ് ആയുസ് ഉള്ളത്. വർക്കർ ബീസിന് ഒരു കോളനിയിൽ വിവിധങ്ങളായിട്ടുള്ള ഡ്യൂട്ടികളാണുള്ളത്. വാക്സ് ഗ്ലാൻഡും സ്റ്റിങ്ങും ഉണ്ട്. കൂട് വൃത്തിയാക്കി വയ്ക്കുക, ലാർവകൾക്കും ക്യൂനിനും തീറ്റ കൊടുക്കുക, തേനീച്ചക്കൂടിന് കാവൽ നിൽക്കുക, പൂക്കളിൽ നിന്ന് തേനും പോളൻ ഗ്രെയിൻസും കളക്ട് ചെയ്യുക എന്നിവയാണ് ഡ്യൂട്ടികൾ. ഡ്രോൺസ് മെയിൽ ബ്രീഡ്. ദേ ആർ ഫെർട്ടൈൽ മെയിൽ ബീസ്. ക്യൂൻ ബീയുമായി ഇണചേരുക എന്നുള്ളതാണ് ഇവയുടെ ഡ്യൂട്ടി.
ഒരു ബീ ഹൈവിൽ 60 മുതൽ 70 വരെ എണ്ണമേ ഉണ്ടാവൂ. ദേ ലാക്ക് സ്റ്റിങ് ആൻഡ് വാക്സ് ഗ്ലാൻസ്. അവയ്ക്ക് 60 ദിവസം വരെ ആയുസ്സുണ്ട്. ഡ്രോൺസിനും വർക്കർ ബീസിനും ഒരു കോമൺ ഫങ്ഷൻ ഉണ്ട്. ദേ ക്യാൻ സെൻസ് ദി ടെമ്പറേച്ചർ വേരിയേഷൻ ഇൻ ദി ഹൈവ്. കൂട്ടിനകത്തെ ടെമ്പറേച്ചർ ഹൈ ആണ് എങ്കിൽ they remove heat by moving air with their wings. If temperature is low, they start shivering to generate heat. തേനീച്ചകളുടെ സാമ്പത്തിക പ്രാധാന്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. ഇറ്റ് മേക്സ് ഹണി, മേക്കിംഗ് ബീ വാക്സ്, ബീ വെനം ഫ്രം ദി സ്റ്റിങ് യൂസ്ഡ് ടു ട്രീറ്റ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, then to produce propolis, and the greatest help is to have pollination in plants. സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമതായി, നോളജ് ഓഫ് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ്സ് ഓഫ് ബീസ്. 2, സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ ലൊക്കേഷൻ ഫോർ കീപ്പിംഗ് ദി ബീ ഹൈവ്സ്. 3, ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്. 4, മാനേജ്മെൻറ്റ് ഓഫ് ബീ ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻറ്റ് സീസൺസ്. 5, ഹാൻഡ്ലിംഗ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ദി ബീ വാക്സ്. ഒരു ആക്ടിവിറ്റി സജസ്റ്റ് ചെയ്യും. വിസിറ്റ് ആൻ അപ്പിയറി ആൻഡ് സ്റ്റഡി ഡിഫറെൻറ്റ് ബീസ് ഇൻ എ ബീ ഹൈവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ റോൾസ്. തേനീച്ചകളെക്കുറിച്ചും തേനീച്ച വളർത്തലിനെക്കുറിച്ചും ഉള്ള വീഡിയോ വളരെ നന്നായി ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. രാജു സയൻസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.